മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഒറ്റ ക്യാൻവസിലാക്കി തൃശൂർ വലപ്പാട് സ്വദേശി രവീന്ദ്രൻ ചെമ്പിൽ നിറങ്ങൾ ചാലിക്കുന്ന ക്യാൻ ക്യൂപ്പറിക് രീതിയിലൂടെയാണ് രവീന്ദ്രൻ തന്റെ കലാസൃഷ്ടി ഒരുക്കിയത്. പാസേജ് ടു പാസ്റ്റ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ചരിത്രത്തിലേക്കുള്ള ഇടനാഴി. അശോകസ്തംഭത്തിന് ചുറ്റുമായി ജാലിയൻ വാലാബാഗും ദണ്ഡിയാത്രയും ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ 12 സംഭവങ്ങളുടെ ആവിഷ്കാരം. സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഫൈറ്റ് ചെയ്തുള്ള രംഗങ്ങൾ നമ്മളിൽ ചിത്രീകരിച്ചിരിക്കുക. ജാലിയൻ വാല കൂട്ടക്കൊല, വാഗൺ ട്രാജഡി, ഭാരത് ജോഡോ, ഉപ്പ് സത്യാഗ്രഹം, സ്വദേശി പ്രസ്ഥാനം, ശിവജി, ഭഗത് സിംഗിൻ്റെ ചെങ്കോട്ടയിൽ കൊടി ഉയർത്തിയത്, ഝാൻസി റാണി, ഇങ്ങനെ വിവിധ 12 ഐറ്റംസ് പ്രധാനപ്പെട്ട നെറ്റ് നോക്കിയാൽ അറിയാം, പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നു. ക്യാൻ ക്യൂപ്പറിക് രീതിയിലാണ് ചിത്രകാരൻ രാമചന്ദ്രൻ വലപ്പാട് കലാസൃഷ്ടി ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന് നടുവിൽ ഗാന്ധിജിയെയും അശോകസ്തംഭത്തെയും ചെമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതിനു ചുറ്റുമാണ് മറ്റെല്ലാം. ഇതൊരു ക്യാൻ ക്യൂപ്പറിക് സ്റ്റൈൽ പെയിൻറ്റിങ് എന്ന് പറയും. അതായത് 20th സെഞ്ച്വറിയിൽ ആരംഭിച്ച മിക്സഡ് മീഡിയയുടെ മറ്റൊരു വകഭേദം. അതായത് കോപ്പറും അക്രിലിക് പെയിൻറ്റും ക്യാൻവാസും ഇതിലെ മിക്സഡ് മീഡിയയിൽ വന്നിട്ടുള്ളത്. ഈ കോപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വിത്തൗട്ട് എനി മെഷീനറി സപ്പോർട്ട് ഇല്ലാതെ കൊണ്ട് മെനഞ്ഞെടുക്കുന്നതാണിത്. 3 മാസം സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. നാളുകൾക്ക് മുമ്പ് നടത്തിയ കാശ്മീർ യാത്രയിലാണ് സ്വാതന്ത്ര്യ സമര മൂല്യം എല്ലാവരിലേക്കും എത്തിക്കുന്ന തരത്തിൽ ഒരു ചിത്രം തയ്യാറാക്കണമെന്ന ആശയം ഉദിച്ചത്. ഞാനൊരു കാശ്മീർ യാത്ര ചെയ്തപ്പോൾ ഈ ഇവിടെ ജാലിയൻ വാല ആ സ്ഥലത്ത് ഞാൻ സന്ദർശിച്ചു. അപ്പോൾ അവിടെ കണ്ടുള്ള ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആ ചരിത്രം മുഴുവനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു പിക്ചർ ചെയ്തുകൂടെ എന്നുള്ള ചിന്ത വന്നപ്പോൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് മാത്രം ചെയ്താൽ സ്വാതന്ത്ര്യ സമരത്തിന് വരില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ എല്ലാ വശങ്ങളും കൂടി ഒരുമിച്ച് ഇങ്ങനൊരു പാറ്റേണിലേക്ക് വരാനുള്ള പ്രചോദനം അങ്ങനെയാണ്. വേറിട്ട ഈ ശൈലി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24.